അപ്പോൾ ഇന്ന് എല്ലാ ദിവസത്തെയും പോലെ രാവിലത്തെ എക്സസൈസ് ടൈമാണ്. അപ്പോൾ എന്നത്തെയും പോലെയല്ല, ഇന്ന് സ്കൂൾ ബസ് ഇല്ലാത്തതുകൊണ്ട് എക്സസൈസ് ചെയ്യാൻ കൂടുതൽ സമയം കിട്ടും. അപ്പോൾ ഞാൻ കൂടുതൽ ഗ്രൗണ്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ കുറച്ച് സ്ട്രെച്ചിങ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പുഷപ്സും, പിന്നീട് കൂടുതലും നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജ് വെച്ചിട്ടാണ്. നമ്മുടെ ഏജിൽ നമുക്ക് പല മൂമെൻറ്റ്സ് പറ്റാതെ വരും. അത് പലവിധ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ പരമാവധി നമ്മൾ ഗ്രൗണ്ട് എക്സസൈസ് ചെയ്യുക, സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക. നമ്മുടെ ലിഗമെൻറ്റ്സും ജോയിൻറ്റ്സൊക്കെ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി വളരെ ഉപകാരമാണ് ഈ സ്ട്രെച്ചിങ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നമ്മുടെ ബോഡി ഒരു ഫ്ലെക്സിബിൾ ആവുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെയോടൊപ്പം മസിൽസ് കുറച്ച് സ്ട്രോങ് ആക്കി തന്നെ സൂക്ഷിക്കണം. അപ്പോൾ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് പറ്റുന്നത്ര എക്സസൈസ് ചെയ്യുക. ഇത് കൂടുതലും വെയ്റ്റ് ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ജിമ്മിൽ പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം ജിം ട്രെയിനേഴ്സിന് നമ്മൾ പ്രോപ്പർ വർക്കൗട്ട് പ്ലാൻ പറഞ്ഞു തരാൻ പറ്റും. നമ്മളൊരു വെയിറ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് അതിൻ്റെ ഒരു ഇഫക്റ്റ് വരുന്നതെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ നമുക്കതിനൊരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ ഗ്രൗണ്ട് എക്സസൈസും നമ്മുടെ ഹോംലി വർക്കൗട്ട് പ്ലാനാണ് കൂടുതൽ ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ഇൻ്റർലോക്കിൻ്റെ സംഭവമാണ്. ഇൻ്റർലോക്കാണ്. അധികം ഇത് ആവശ്യം വരുവാണെങ്കിൽ തിരിച്ചു തരുന്നതായിരിക്കും. പിന്നീട് ഇത് വെച്ചും വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. ഇത് അത്യാവശ്യം ഒരു വെയിറ്റ് ഉണ്ട്. നമുക്കിങ്ങനെ സൈഡ് റൈസ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വെയിറ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ അതിൻ്റെ ഒരു ഇഫക്റ്റ് ഫീൽ ചെയ്യുന്നത് അതിന് പ്രാധാന്യം കൊടുത്തങ്ങ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ഡംബിൾസ് ഒരു 10 കിലോ ഉണ്ട്. അപ്പോൾ 10 താഴെ ഉണ്ടാവും. എന്തായാലും നല്ല ഒരുവിധം നമുക്ക് ചെയ്യാൻ എക്സസൈസ് ചെയ്യാൻ ഈ ഡംബിൾസൊക്കെ മതി. എല്ലാവരും എക്സസൈസ് ചെയ്യുക.